Just came out of theatre watching Khalifa. രാജുവേട്ടൻ ഒരു കംബാക്ക് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ്. ഒരു മാസ് മസാല കമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് പാക്കേജ് എന്നുള്ള രീതിയിൽ പടം വർക്കാവും, കോമൺ ഓഡിയൻസിന് വർക്കാവുന്ന രീതിയിലുള്ള ഒരു പടം തന്നെയാണ്. പക്ഷേ ഇറ്റ്സ് നത്തിങ് ന്യൂ, അതാണ് സംഭവം. പിന്നെ മ്യൂസിക്കും സിനിമാറ്റോഗ്രാഫിയും ഒക്കെ കൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ ടെക്നിക്കൽ ടീമിന്റെ ഒരു എക്സലൻസ് കാരണം പടം ബോറടിക്കാണ്ട് പോകും. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു 20 മിനിറ്റ്സ് വളരെ അസഹനീയമായിരുന്നു എനിക്ക്. പിന്നെ ഒരു ചെറിയ ആ ഡിപ്പിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പടം ഒന്ന് എലിവേറ്റ് ആവും. പിന്നെ ഇന്റർവെൽ ആകുമ്പോഴത്തേക്ക് വീണ്ടും കിടക്കും. പിന്നെ ഇപ്പോഴത്തെ ലൈക്ക് റീസെന്റ് വന്ന കുറെ മൂവീസിൽ സെക്കൻഡ് ഹാഫിൽ പടം വീണു പോകും. പക്ഷേ ഇത് സെക്കൻഡ് ഹാഫിൽ പടം നല്ല രീതിയിൽ ഒന്ന് എണീക്കും. സെക്കൻഡ് ഹാഫിൽ ഭയങ്കരമായിട്ട് എലിവേറ്റ് ആയി നല്ല ഒരു കുറച്ചൊന്ന് പമ്പായി വന്നിട്ട് വീണ്ടും ഡ്രോപ്പ് ആവും. അതായത് ഒരുപാട് നല്ല നല്ല സിനിമകളിലുള്ള നല്ല നല്ല മൊമെന്റ്സ് വേറെ അവരുടെ രീതിയിൽ എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ച പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഓവറോൾ പടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ കാണാതിരിക്കാൻ മാത്രം മോശം പടമൊന്നും അല്ല ഒരിക്കലും. എനിക്ക് പേഴ്സണലി വർക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആവറേജ് വാച്ച്, ഇറ്റ്സ് വൺ ടൈം തിയേറ്റർ വാച്ച്, അത്രേ ഉള്ളൂ. ഇറ്റ്സ് യുവർ കോൾ. ഓണം ക്ലാഷിൽ നിങ്ങൾക്ക് ഏത് മൂവി കാണുമെന്ന് ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷേ ഖലീഫ തന്നെ ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് റിക്കമെൻഡ് ഇറ്റ്. പിന്നെ എന്താണ് മൂവിയിൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് തന്നെയാണ്. നോബഡി ഈസ് ഓൾസോ എ ഗുഡ് മൂവി, ബട്ട് ദെൻ ദ സെക്കൻഡ് ഹാഫ് ആൻഡ് ക്ലൈമാക്സ് വാസ് ദ വില്ലൻ ഓഫ് ദ മൂവി. പക്ഷേ ഇതിനകത്ത് വില്ലനാണ് വില്ലൻ ഈസ് ലൈക്ക് ഡമ്മി, ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല. അതായത് സിനിമയിൽ വില്ലൻ എന്ന് കാണിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെ വെറുതെ ഒരു പക്ക ഒരു മാസ് മസാല കമേഴ്ഷ്യൽ പടത്തിനകത്ത് ഒരു ഹീറോയെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവർ ട്രൈ ചെയ്യുന്നത്, അതേ ടിപ്പിക്കൽ ലൈനിൽ തന്നെയാണ് സിനിമ പോകുന്നത്. നത്തിങ് ന്യൂ. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നത്. പിന്നെ ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്ക് ഒരു ക്യാമിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ആ ക്യാമിയോ എന്ന്. ആ ക്യാമിയോയുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സെറ്റ് ചെയ്തേക്കുന്നത്, ആ ഒരു ബിൽഡപ്പ്, പിന്നെ ക്യാമിയോയുടെ ഇൻട്രോ കാണിക്കുന്ന സീനൊക്കെ ഭയങ്കര സീനായിരുന്നു അത്. പക്ഷെ കണ്ടത് എന്നെ കാണുന്നു, നമ്മൾ ഒന്ന് ന്യൂ ആയിട്ട് കാണുന്നത്, നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ലാത്തതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഉറങ്ങിയ ഫീൽ വരുന്നത്. അങ്ങനെ ഇരിക്കുന്ന പടത്തിന്റെ ക്ലൈമാക്സിൽ ആ ക്യാമിയോ ഒന്ന് ഹൈ ആക്കുവേ. ഹൈ ആക്കിയിട്ട് ആ ക്യാമിയോ നടന്നു വന്ന് പൃഥ്വിരാജുമായിട്ട് സംസാരിക്കുമ്പോൾ അതാണ് ഇതൊക്കെയാണ് ഈ വൈശാഖ് മൂവിയിലെ പ്രശ്നങ്ങളുണ്ടല്ലോ. ആ ഒരു ഡയലോഗിൽ കുറച്ചൊന്ന് വർക്ക് ചെയ്യുന്നെങ്കിൽ ഒരു കാര്യമില്ല. ക്യാമിയോ അടിപൊളിയായിരുന്നു, പക്ഷെ ഡയലോഗിൽ വന്നപ്പോൾ വീണു. പിന്നെ ഈ ക്യാമിയോയുടെയും പൃഥ്വിരാജിന്റെ റിലേഷൻ അത് എനിക്ക് ഒട്ടും വർക്കായില്ല. എനിക്ക് അത് ചിന്തിക്കാൻ തന്നെ പറ്റുന്നില്ല. വേറെ എന്തൊക്കെ റിലേഷൻ കൊടുക്കായിരുന്നു, ആ ഏജ് ഫാക്ടർ പോലും വർക്കാവുന്നില്ല, ആ ലുക്കിൽ പോലും അത് മാച്ച് ആവുന്നില്ല, മനസ്സിലായോ? പിന്നെ അതിനുശേഷം വേറൊരു സെക്കൻഡ് ക്യാമിയോ കൂടെ ഉണ്ട്, വിച്ച് ഈസ് നോട്ട് റിവീൽഡ് ഇറ്റ്. മേ ബി യു വിൽ സീ ഇൻ ദ സോഷ്യൽ മീഡിയ, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു റിവീൽ ഇറ്റ്. ദാറ്റ് വാസ് അമേസിംഗ്. പക്ഷെ അതും വേറൊരു സിനിമയുടെ കോപ്പിയാണ്. ആ സിനിമയിൽ നമ്മൾ കണ്ട അതേ കോസ്റ്റ്യൂം പോലും അതുപോലെ, ഹെയർ കട്ട് പോലും അതുപോലെയൊക്കെ പിടിച്ച് വന്നത്. ആ സ്മഗ്ലിങ്ങിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ കുറച്ച് പടം മൂവിങ് ആണ്. അല്ലാണ്ട് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ടിപ്പിക്കൽ മാസ് മസാല പടം. ദാറ്റ്സ് ഇറ്റ്.